Okay, so നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കാം. നേരത്തെ റെക്കോർഡിംഗ് കട്ട് ചെയ്തതാണ്. സോ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണത് CV/3NK വേഴ്സസ് T/θ ആണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണത്. ഓക്കെ, പക്ഷെ ഇവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ θ/t ആണ് അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ θ/t ആണ്. നമുക്ക് വേണ്ടത് T/θ ആയിട്ടാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് വേറൊരു വേരിയബിൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. y is equal to T/θ എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, y is equal to T/θ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ x is equal എന്താണ് θ/t ആണ്. സോ x is equal എന്താണ് 1/y ആണ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? സോ ദിസ് ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? സോ CV/3NK will be equal to x square. x square എന്ന് പറയുമ്പോൾ 1/y whole square വരും. ഓക്കെ, സോ y താഴത്തേക്ക് പോകും. സോ y താഴത്തേക്ക് പോകും. പിന്നെ e raised to x ൽ വരുമ്പോൾ എന്താവും? e raised to 1/y divided by x square ചെയ്യുമ്പോഴുള്ള ഒരു y square ഉണ്ടായിരുന്നു. ആ y square താഴത്തേക്ക് വന്നു into e raised to 1/y minus 1 the whole square. ഓക്കെ, സോ നമ്മൾ ഇത് തമ്മിലാണ് എന്ത് ചെയ്യണത്? നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം T/θ വെച്ചിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ എന്ത് ചെയ്യുന്നത്? ഗ്രാഫ് പ്ലോട്ട് ചെയ്തുള്ളത്. സോ നമുക്കും അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. സോ നമുക്ക് ഫംഗ്ഷൻ അടിച്ച് നോക്കാം. സോ C/3NK is equal to exponential 1/y ആണ്. ഇവിടെ ഗ്രാഫ് അടിക്കുമ്പോൾ നമുക്ക് x വെച്ച് അടിക്കണം. സോ y ഒക്കെ ഞാൻ x ആക്കുന്നുണ്ട്. 1/x നമ്മൾ അവിടെ y കൊടുത്താണ് ഞാൻ അവിടെ x കൊടുക്കേണ്ടത്. കാരണം ഈ ഗ്രാഫിൽ പ്ലോട്ടിൽ എന്ത് ചെയ്യണം? y കൊടുക്കാൻ പറ്റില്ല, x കൊടുക്കുമ്പോഴാണ് കറക്റ്റ് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഡിവൈഡഡ് ബൈ y സ്ക്വയർ ആയിരുന്നു. y സ്ക്വയർ ഞാൻ എന്ത് കൊടുത്തു? x സ്ക്വയർ ആക്കി കൊടുക്കുകയാണ്. x സ്ക്വയർ ആക്കി ഇൻറ്റു e raised to 1/y ആയിരുന്നു. സോ എക്സ്പോണൻഷ്യൽ 1/y okay minus 1 the whole square ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. ഓക്കെ, സോ നമുക്ക് പോസിറ്റീവ് ആക്സിസ് മാത്രം മതി ആക്ച്വലി. സോ ഗ്രാഫിൽ പോസിറ്റീവ് ആക്സിസ് ആക്കാം. സോ 0 y ആക്സിസ് നമുക്ക് 0 സ്റ്റാർട്ട് ചെയ്യാം. 0 കൊടുക്കാം. ഓക്കെ, സ്റ്റെപ്പ് നമുക്കൊരു സ്റ്റെപ്പാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. ഓക്കെ, ഈ പോസിറ്റീവ് ആക്സിസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഗ്രാഫ് കിട്ടുക. ഇനീഷ്യലി അവിടെ നിന്നുണ്ട് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു ലീനിയർ പോലത്തെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. പക്ഷേ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ T/T ടെമ്പറേച്ചർ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ പോകുന്നത്? അത് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ ലോ ടെമ്പറേച്ചറിൽ ഒരു ലീനിയർ സാധനം വരുന്നുണ്ട്. പക്ഷേ ടെമ്പറേച്ചർ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നമുക്ക് നോക്കാം. So at a high temperature, okay, at a high temperature എന്ന് സംഭവിക്കും? അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത ഇക്വേഷൻ ആണിത്. ഇതുപോട്ടെ ഇതാണ് നമ്മുടെ വരുന്നത്. C/3NK is equal to x square e raised to x divided by e raised to x minus 1 whole square. Okay, so at high temperature സംഭവിക്കും? ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് എഴുതാം? x is very very less than 1 ആയിരിക്കും. ഓക്കെ, x is very very ഹൈ ടെമ്പറേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ t very very greater than θ ആയിട്ട് ഹൈ ഇൻസ്റ്റന്റ് ടെമ്പറേച്ചറിനേക്കാളും വളരെ കൂടുതലായിരിക്കും എന്ത്? t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? x പറഞ്ഞു കഴിഞ്ഞാൽ h ക്രോസ് ഒമേഗ e by kt ആണ്. സോ t വല്ലാണ്ട് കൂടുമ്പോൾ x ന്റെ വാല്യൂ എന്ത് ചെയ്യും? വല്ലാണ്ട് ചെറുതാവും. x is very very less than 1 ആയിരിക്കും. x is very very less than 1 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? x is very very less than 1 ആണെങ്കിൽ ഈ ടേം എന്തായിട്ട് പോകും? ഈ ടേം കംപ്ലീറ്റ്ലി 1 ആയിട്ട് പോകും. ഓക്കെ, ഈ ടേം എന്തായിട്ട് പോകും? കംപ്ലീറ്റ്ലി 1 ആയിട്ട് പോകും. ഓക്കെ, ഈ ടേം കംപ്ലീറ്റ്ലി 1 ആയിട്ട് പോകും. സോ CV will be approximately is equal എന്നായിട്ട് പോകും 3NK ആയിട്ട് മാറും. ഓക്കെ, 3NK ആയിട്ട് മാറും. എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇതാണ് നമുക്ക് ക്ലാസിക്കലി നമുക്ക് കിട്ടുന്ന റിസൾട്ട്. CV is equal to 3NK. ഓക്കെ, അതേപോലെ തന്നെ ലോ ടെമ്പറേച്ചർ at low temperature പറയുകയാണെങ്കിൽ T is very very less than
തീറ്റ ഐൻസ്റ്റീൻ ടെമ്പറേച്ചറേക്കാൾ വളരെ കുറവാണ് എന്ത് ടെമ്പറേച്ചർ എങ്കിൽ അങ്ങനെയാണ് സംഭവിക്കും. സോ എക്സ് ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, എക്സ് ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ നമുക്ക് എന്താ പറ്റും, എക്സ് വെരി വെരി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇ റേസ് ടു എക്സ് മൈനസ് 1 വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഇ റേസ് ടു എക്സ് ആയിരിക്കും. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറ്റാം, എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് മൈനസ് 1 വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഹോൾ സ്ക്വയർ will be approximately is equal to x square e raised to x divided by e raised to x the whole square വരും. കാരണം e raised to x minus 1 approximately e raised to x ആണ്. So e raised to x ഉം സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. So therefore cv by 3nk നമുക്ക് കിട്ടും, cv by 3nk നമുക്ക് കിട്ടും, cv by 3nk അല്ലെങ്കിൽ cv is equal to കിട്ടും 3nk into e of x ഇപ്പോൾ എന്തായിട്ട് മാറി, ഈ ഫോമിലേക്കായിട്ട് മാറി, എക്സ് സ്ക്വയർ ബൈ ഇ റേസ് ടു എക്സ്. സോ എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് എക്സ് ആയിട്ട് മാറും. ഓക്കെ, എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് എക്സ് ആയിട്ട് മാറും. അതായത് സ്പെസിഫിക്കലി ചേഞ്ചസ് ആസ് എക്സ്പോണൻഷ്യൽ ഡിക്രീസിങ് ഉണ്ടാവുക. അതായത് നമ്മളിപ്പോൾ നേരത്തെ ഗ്രാഫ് കാണിച്ചല്ലോ, നമ്മൾ ആ ഗ്രാഫ് കാണിച്ചില്ലേ, അതായത് ഈ റീജിയൻ വരുന്നത്, ഇവിടെ വരുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആയിട്ടാണ് എന്ത് ചെയ്യണത്, എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആയിട്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആൻഡ് ഇൻഫിനിറ്റി ആകുമ്പോൾ അതെന്തായിട്ട് പോകുന്നുണ്ട്, അത് ഈ കോൺസ്റ്റന്റ് 3nk ആയിട്ട് എന്ത് ചെയ്യുന്നത്, അത് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ ഹൈ ടെമ്പറേച്ചറിൽ എന്തായിട്ട് പോകും, ഹൈ ടെമ്പറേച്ചറിൽ എന്തായിട്ട് പോകുന്നത് 3nk ആയിട്ട് വരും. ലോ ടെമ്പറേച്ചറിൽ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണ് വരിക. അപ്പോൾ നമ്മൾ ചെയ്തത് ഈ ഇ ഓഫ് എക്സിന്റെ വാല്യൂ, ഓക്കെ, ഈ ഇ ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഹൈ ടെമ്പറേച്ചറും ലോ ടെമ്പറേച്ചറും നമ്മൾ എന്ത് ചെയ്തത്, ഈ ഇ ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഇ ഓഫ് എക്സ് ലോ ടെമ്പറേച്ചറിൽ എന്തായിട്ട് പോകും, ഇ റേസ് ടു മൈനസ് എക്സ് പ്രൊപ്പോർഷൻ ആയിട്ട് വരും. ഹൈ ടെമ്പറേച്ചറിൽ ഇ ഓഫ് എക്സ് എന്നായിട്ട് പോകും 1 ആയിട്ട് പോകും. ഓക്കെ, സോ ഇതാണ് ഐൻസ്റ്റീൻ്റെ എന്ത് വരുന്നത്, ഐൻസ്റ്റീൻ തിയറി ഓഫ് സ്പെസിഫിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സോളിഡിൽ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഇങ്ങനെയാണ് ഐൻസ്റ്റീൻ്റെ അപ്രോക്സിമേഷൻ വരുന്നത്. സോ ഐൻസ്റ്റീൻ ചെയ്തത് എല്ലാത്തിൻ്റെയും ഫ്രീക്വൻസി സെയിം ആണെന്ന് പറഞ്ഞു. അതായത് എല്ലാ ലാറ്റിസുകളും എല്ലാ ലാറ്റിസ് പോയിന്റുകളും അല്ലെങ്കിൽ എല്ലാ ആറ്റംസും വൈബ്രേറ്റ് ചെയ്യുന്നത് സെയിം ഫ്രീക്വൻസിയിലാണ് എന്നാണ് ആര് പറഞ്ഞത്, ഐൻസ്റ്റീൻ പറഞ്ഞത്. സോ അപ്പോൾ നമ്മൾ ഐൻസ്റ്റീൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയത്, നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഏകദേശം ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടിയത്. ഇവിടെ സി വി ബൈ 3nkയും ഇവിടെ ടി ബൈ തീറ്റയാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തത്. പക്ഷേ ആക്ച്വൽ എക്സ്പെരിമെന്റൽ ഗ്രാഫിൽ എന്ന പ്രോബ്ലം ചെയ്യില്ല. ആക്ച്വൽ എക്സ്പെരിമെന്റൽ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ചെറിയൊരു ഡീവിയേഷൻ എന്ത് വരുന്നുണ്ട്, ഐൻസ്റ്റീൻ ഗ്രാഫ് എന്ന് വരുന്നുണ്ട്. പക്ഷേ ഹൈ ടെമ്പറേച്ചർ എന്താണ്, സെയിം ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, ഹൈ ടെമ്പറേച്ചറിൽ സെയിം ആയിട്ട്. സോ ദിസ് ഡോട്ടഡ് ലൈൻ ഈസ് എക്സ്പെരിമെന്റൽ ഗ്രാഫ്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് എന്ത്, ഈ ഗ്രാഫ്. ദിസ് ഈസ് ഐൻസ്റ്റീൻ ഗ്രാഫ്, ഇതാണ് നമുക്ക് ഐൻസ്റ്റീൻ കിട്ടിയ ഗ്രാഫ്. ഐൻസ്റ്റീൻ ഗ്രാഫ് എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ, ഐൻസ്റ്റീൻ ഗ്രാഫ് പെട്ടെന്ന് സീറോയിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ഇറ്റ് സഡൻലി ഡിക്രീസസ് 0. ഓക്കെ, സഡൻലി എന്തായിട്ട് പോകുന്നത്, 0 ആയിട്ട് പോകുന്നത്. പക്ഷേ എക്സ്പെരിമെന്റൽ ഗ്രാഫിൽ അത്ര സഡൻലി അല്ല എന്ത് ചെയ്യുന്നത്, അത് 0 ആയിട്ട് പോകുന്നത്. ഓക്കെ, അവിടെയാണ് ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഐൻസ്റ്റീൻ ഈ സ്പെസിഫിക്കേറ്റിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യില്ല, ഹോൾഡ് ചെയ്യണില്ല. പക്ഷേ ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ ഐൻസ്റ്റീന്റെ പ്രശ്നം എവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐൻസ്റ്റീന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐൻസ്റ്റീൻ എല്ലാ ഫ്രീക്വൻസീസ് സെയിം ആയിട്ട് എടുത്തതായിരുന്നു പ്രശ്നങ്ങൾ. അതായത് എല്ലാ ലാറ്റിസ് പോയിന്റുകളും അല്ലെങ്കിൽ എല്ലാ ആറ്റംസും ഒരൊറ്റ ഫ്രീക്വൻസിയിൽ എല്ലാവരും സെയിം ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള കൺസിഡറേഷൻ ആണ് എന്തുന്നത്, ഐൻസ്റ്റീന്റെ പ്രോബ്ലം വന്നത്. ഓക്കെ, സോ അതിന്റെ പോരായ്മകൾ മാറ്റിമറിക്കാനായിട്ട് ആര് വന്നു, ഡിബൈ വന്നു. ഓക്കെ, സോ ഡിബൈ അപ്രോച്ച് ഡിബൈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ലാറ്റിസിന്റെ വൈബ്രേഷൻ ഒരൊറ്റ ഫ്രീക്വൻസിയിൽ മാത്രമല്ല ലാറ്റിസുകൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ ഐൻസ്റ്റീൻ പറഞ്ഞത് എല്ലാ ലാറ്റിസ് പോയിന്റുകളും സെയിം ഫ്രീക്വൻസിയിലാണ്, ഒമേഗ ഇ എന്ന് പറയുന്ന സെയിം ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആര് പറഞ്ഞത്, ഐൻസ്റ്റീൻ പറഞ്ഞത്. ഡിബൈയുടെ അപ്രോക്സിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാറ്റിസ് വൈബ്രേറ്റ് വിത്ത് ഡിഫറെന്റ് ഫ്രീക്വൻസിയിലായിരിക്കും എന്ത് ചെയ്യുക, ലാറ്റിസ് പോയിന്റുകൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പക്ഷേ ലാറ്റിസ് പോയിന്റുകൾ വൈബ്രേറ്റ് ഉണ്ടായിരിക്കാം റേഞ്ചസ് ഫ്രം 0 to omega d. 0 മുതൽ ഒമേഗ ഡി വരെയുള്ള റേഞ്ചിലുള്ള, ഒമേഗ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബൈ ഫ്രീക്വൻസി ആണ്. 0 മുതൽ ഒമേഗ ഡി വരെയുള്ള ഏത് ഫ്രീക്വൻസി റേഞ്ചും എന്ത് ചെയ്യാം, നമ്മളെ ആറ്റംസിന് വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദർ ആർ ഡിഫറെന്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഫോർ ആറ്റംസ്. ആറ്റംസിന് എന്തുണ്ട്, ഡിഫറെന്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. ഇൻ ടോട്ടൽ ദർ ആർ 3n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉള്ളത്. ഓക്കെ, ദർ ആർ 3n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ്
ഇൻ ടോട്ടൽ ഉള്ളത്. ഓക്കെ, 3n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ മോഡ്സ് ഓഫ് വൈബ്രേഷന്റെ ഫ്രീക്വൻസി എന്ത് വേണമെങ്കിലും ആവാം. 0 മുതൽ ഒമേഗ ഡി വരെയുള്ള ഏത് റേഞ്ചിലുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യാം, ആറ്റംസിന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്? 3n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. സോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഇന്റഗ്രേഷൻ ചെയ്ത് നോക്കാം. അതായത് സോ ഇന്റഗ്രൽ 0 ടു ഒമേഗ ഡി, 0 മുതൽ ഒമേഗ ഡി വരെയാണ് എന്തുള്ളത്, ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. സോ നമ്മൾ ജി ഓഫ് ഒമേഗ ഡി ഒമേഗ ചെയ്ത് നോക്കാം. ജി ഓഫ് ഒമേഗ ഡി ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഇൻ ദ റേഞ്ച് ഒമേഗ ടു ഒമേഗ പ്ലസ് ഡി ഒമേഗ. ഒമേഗയുടെയും ഒമേഗ പ്ലസ് ഡി ഒമേഗയുടെ ഉള്ളിൽ എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് എന്ത്, ജി ഓഫ് ഒമേഗ ഡി ഒമേഗ. അത് നമ്മൾ കംപ്ലീറ്റ്ലി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, നമുക്ക് 3n കിട്ടണം അല്ലെ, കാരണം 3n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് ടോട്ടലി ഉള്ളത് പറഞ്ഞത്. സോ നമ്മൾ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിനെ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷനെ നമ്മൾ 0 ടു ഒമേഗയുടെ ഇടയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 3n കിട്ടണം. ഓക്കെ, നൗ ജി ഓഫ് ഒമേഗ ഡി ഒമേഗ നമ്മൾ ബ്ലാക്ക് ബോർഡ് റേഡിയേഷനിൽ നമ്മൾ ഇക്വേഷൻ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു, വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡഡ് ബൈ 2 പൈ സ്ക്വയർ സി ക്യൂബ്. ഓക്കെ, ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ എന്താ പറയാ ബ്ലാക്ക് ബോർഡ് റേഡിയേഷനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇവിടെ ടോട്ടൽ 3n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ടോട്ടൽ 3n മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു. അതിൽ 1 മോഡ് ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ n മോഡ് ഓഫ് വൈബ്രേഷൻ എന്നപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3 എന്താ പറയാ 3 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണെങ്കിൽ അതിൽ ഒരു മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനലും, അതേപോലെ തന്നെ 2 മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സും ആയിരിക്കും. ഉണ്ടാവുക. ഓക്കെ, സോ ഈ ടോട്ടൽ ഈ ജി ഒമേഗ ഇതാണെങ്കിൽ ഇതിൽ ഒരു പാർട്ട് എന്താണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും 2 പാർട്ട് എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ്സും ആണ്. ഓക്കെ, ഒരു പാർട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും 2 പാർട്ട് എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ്സും. സോ ഈ ജി ഓഫ് ഒമേഗ ആക്ച്വലി എന്തായിട്ട് പോകും, സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, ജി ഓഫ് ഒമേഗ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 ടേംസിന്റെ ഒരു സം ആയിട്ടാണ് വരിക. ഫസ്റ്റ് ടേം പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനലിന്റെ ഒരു ടേം വരും. ലോഞ്ചിറ്റ്യൂഡിനൽ ടേം വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡഡ് ബൈ 2 പൈ സ്ക്വയർ സി ക്യൂബ്. ആക്ച്വലി 1 ഇൻറ്റു ആണ്, കാരണം ഒരു പോർഷൻ ആണ് എന്തുള്ളത്, ലോഞ്ചിറ്റ്യൂഡിനുള്ളത്. പിന്നെ 2 പോർഷൻസ് എന്താണ്, ട്രാൻസ്വേഴ്സ് ആണ്. സോ 2 ഇൻറ്റു വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡഡ് ബൈ 2 പൈ സ്ക്വയർ സി ക്യൂബ് വരും. ഓക്കെ, 2 പൈ സ്ക്വയർ സി ക്യൂബ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ സി എന്ന് മാത്രം കൊടുക്കാൻ പറ്റില്ല, കാരണം സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് വേവ് ആണ്, ആ വേവ്സിന്റെ വെലോസിറ്റി ആണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ നമുക്ക് എന്ത് കൊടുക്കണം, സി എൽ കൊടുക്കണം. ട്രാൻസ്വേഴ്സിൽ നമുക്ക് എന്ത് കൊടുക്കണം, സി ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബോർഡ് റേഡിയേഷനിലൊക്കെ നമുക്ക് ജി ഓഫ് ഒമേഗ ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ്സ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ലോഞ്ചിറ്റ്യൂഡിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, ഇവിടെ ലോഞ്ചിറ്റ്യൂഡിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഉണ്ടായിരിക്കും ട്രാൻസ്വേഴ്സ് വേവ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു പോർഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും 2 പോർഷൻ എന്തായിരിക്കും, എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ജി ഓഫ് ഒമേഗ പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനലിന്റെ സമ്മ് പ്ലസ് ട്രാൻസ്വേഴ്സിന്റെ സമ്മാണ് വരിക. ഓക്കെ, സോ നമ്മളെ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, ദിസ് ഇക്വേഷൻ ചേഞ്ചസ് ആസ് ഇന്റഗ്രൽ 0 ടു ഒമേഗ ഡി എന്ത് വന്നു, വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡഡ് ബൈ 2 പൈ സി എൽ സ്ക്വയർ പ്ലസ് 2 വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡഡ് ബൈ 2 പൈ സ്ക്വയർ സി ടി ക്യൂബ്. ക്യൂബ് അല്ല ഇത് വരിക, സി ടി ക്യൂബ്. ഓക്കെ, സി ടി ക്യൂബ് വരും. ഓക്കെ, ഡി ഒമേഗ this will be is equal to എന്തായിരിക്കും, this will be is equal to 3n വരും. this will be is equal to 3n വരും. സോ ഇതിൽ വി ഒമേഗ സ്ക്വയർ 2 പൈ ഒക്കെ എന്താണ്, കോമൺ ആണ്. സോ അതിനെ കോമൺ ആയിട്ട് എടുത്ത് നമുക്ക് എഴുതാൻ പറ്റും, ഇന്റഗ്രൽ 0 ടു ഒമേഗ ഡി വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡഡ് ബൈ 2 പൈ സ്ക്വയർ ഇൻറ്റു 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് ആൻഡ് ദിസ് വിൽ ബി ഈസ് ഈക്വൽ ടു എന്താണ്, 3n ആയിരിക്കും. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻ ആണ് എന്ത് വരിക, നമ്മൾ ജി ഓഫ് ഒമേഗ ഡി ഒമേഗ വരിക. ഓക്കെ, നൗ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഒമേഗയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെ, ഒമേഗ വരുന്ന ടേം ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഒമേഗ സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒമേഗ ക്യൂബ് ബൈ 3 കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ഡി ക്യൂബ് വരും. സോ നമുക്കൊന്ന് എഴുതി നോക്കാം. സോ വി ഡിവൈഡഡ് ബൈ 2 പൈ സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു 1 ബൈ സി എൽ ക്യൂബ് പ്ലസ് 2 ബൈ സി ടി ക്യൂബ് ഉണ്ട്. പിന്നെ ഒമേഗ സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ഡി ക്യൂബ് ഡിവൈഡ് ബൈ 3 ഇസ് ഈക്വൽ ടു എന്ത് വരും, 3n കിട്ടും. ഓക്കെ, ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, നമുക്ക് 3n കിട്ടും.
സോ ദർഫോർ ഇതിന്ന് ഒമേഗ ഡി ക്യൂബ് എന്ത് എഴുതാൻ പറ്റും? ഒമേഗ ഡി ക്യൂബ് വിൽ ബി ഈക്വൽ ടു ബാക്കിയൊക്കെ പുറത്ത് കൊടുക്കുക. സോ 3 into 3 എന്ത് വരും? 9 വന്നു. 9 into 2 9 into 2 is 18. സോ 18 പിന്നെ പൈ സ്ക്വയർ വന്നു. ബാക്കി ടേംസ് ഒക്കെ താഴ്ത്തു അല്ലേ? ഈ വി വരും. പിന്നെ ഇവിടെ എൻ ഓൾറെഡി ഉണ്ടല്ലോ, എൻ ഓൾറെഡി ഉണ്ട്. വി താഴത്തേക്ക് വന്നു. ഈ ടേമിനെ ഡിനോമിനേറ്റർ കൊണ്ടുപോവാം. സോ അത് വരും ന്യൂമറേറ്റർക്ക് വരുമ്പോൾ 1/cl ക്യൂബ് പ്ലസ് 2/ct ക്യൂബ് ഓൾ റേസ്റ്റ് -1, കാരണം അത് താഴത്താണ് വരിക. ഓക്കെ, സോ ദിസ് ഈസ് ദി ഒമേഗ ഡി ക്യൂബ്. ഇനി ഇതിന്റെ 1/3 പവർ ഓഫ് 1/3 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒമേഗ ഡി കിട്ടും. അതായത് ദാറ്റ് ഈസ് ദി മാക്സിമം ഫ്രീക്വൻസി. അതായത് മാക്സിമം ഫ്രീക്വൻസി ദാറ്റ് ദി ആറ്റംസ് ക്യാൻ വൈബ്രേറ്റ് ഇൻ എ ഡിബൈ അപ്രോച്ച്. ഡിബൈ അപ്രോച്ചിൽ അല്ലെങ്കിൽ സോളിഡ്സിൽ പാർട്ടിക്കിൾസിന്റെ മാക്സിമം ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഓൾ റേസ്റ്റ് 1/3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഓക്കെ, ഓൾ റേസ്റ്റ് 1/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, നൗ നമുക്ക് വേറൊരു കാര്യം ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഈ 1/cl ക്യൂബിന്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. സോ 1/cl ക്യൂബ് പ്ലസ് 2/ct ക്യൂബിന്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, സോ ഈ ടേമിനെ ഇവിടെ നിർത്താം. ബാക്കിയുള്ള ടേംസിനൊക്കെ അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പുറത്ത് കൊണ്ടുപോയി കിട്ടും 9 ഉണ്ട്. 9 into 18 വരും. സോ it will be equal to 18 pi square n divided by ഈ ഒമേഗ ഡി ക്യൂബും ബിയും താഴത്തേക്ക് വന്നു. സോ വി ഇൻറ്റു ഒമേഗ ഡി ക്യൂബ്. ഓക്കെ, ഇതാണ് അപ്പം നമുക്ക് 1/cl ക്യൂബ് പ്ലസ് 2/ct ക്യൂബ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ജി ഓഫ് ഒമേഗ ഡി ഒമേഗ എന്താണ്? ജി ഓഫ് ഒമേഗ ഡി ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു അല്ലെ? അത് നമ്മൾ ഇങ്ങനെ ആക്കി. അതായത് വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡ് ബൈ 2π സ്ക്വയർ ഇൻറ്റു 1/cl ക്യൂബ് പ്ലസ് 2/ct ക്യൂബ് ആണ്. അതിന് കൊടുത്തു ഈ ടേം കൊടുക്കുക. സോ ഇൻറ്റു 18 പൈ സ്ക്വയർ n ഡിവൈഡ് ബൈ വി ഒമേഗ ഡി ക്യൂബ്. ഓക്കെ, സോ 2 ഇത് ക്യാൻസൽ ചെയ്ത് പോകും. So there this becomes 9 and pi square cancel ചെയ്ത് കളയാം നമുക്ക്. And v cancel. So this will be equal to 9n omega square divided by omega d cube d omega. Okay, so ഇതാണ് നമുക്ക് കിട്ടുന്നത്. This is the number of modes of vibration, g of omega d omega, number of modes of vibration in the range omega to omega plus d omega. ഒമേഗയുടെയും omega plus d omega ഇടയിലുള്ള ടോട്ടൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് എന്ത് ചെയ്തത്? നമുക്ക് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തത്. ഓക്കെ, നൗ ഇതൊന്നല്ല നമുക്ക് വേണ്ടത് സ്പെസിഫിക് ആണ്. പക്ഷേ ഈ എന്താ പറയാ, ഈ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്. ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ മോഡ്സ് ഓഫ് വേവ്സും ഉണ്ട്, ട്രാൻസ്വേഴ്സ് മോഡ്സ് ഓഫ് വേവ്സും ഉണ്ട്. ഓക്കെ, രണ്ടിന്റെയും നമുക്ക് ലാംഡ ലിമിറ്റ് കാണാം. അതായത് അതിന്റെ ഒരു മിനിമം വാല്യൂ കൂടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി കൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കട്ട് ഓഫ് ഫ്രീക്വൻസി മിനിമം വേവ് ലെങ്ത്, ഏത് മിനിമം വേവ് ലെങ്ത് എത്ര വരെയാണ് പോവുക എന്നുള്ളതും കൂടി എന്ത് ചെയ്യാം? നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കട്ട് ഓഫ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ആദ്യം നമുക്ക് ലോഞ്ചിറ്റ്യൂഡിൽ കണ്ടുപിടിക്കാം. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനലിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കട്ട് ഓഫ് വേവ് ലെങ്ത് ലാംഡ മിനിമം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. സോ അത് നമ്മൾ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 0 to ഒമേഗ ടി, ഇന്റഗ്രൽ 0 മുതൽ ഒമേഗ ടി വരെയാണല്ലോ ഫ്രീക്വൻസി ഉള്ളത്. സോ ലോഞ്ചിറ്റ്യൂഡിലാകുമ്പോൾ എന്താ ഇക്വേഷൻ വരുന്നത്? ജി ഓഫ് ഒമേഗക്ക് വരിക ഈ ഇക്വേഷൻ വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡ് ബൈ 2π സ്ക്വയർ CL ക്യൂബ് ആണ് ഇക്വേഷൻ വരുന്നത്. സോ ആ ഇക്വേഷൻ എടുക്കാം. വി ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡ് ബൈ 2π സ്ക്വയർ C ക്യൂബ്. ദിസ് വിൽ ബി ഈക്വൽ ടു അത് എന്തായിരിക്കും ഉണ്ടാവുക? ടോട്ടൽ 3n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണുള്ളത് അല്ലെ? ടോട്ടൽ 3n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണുള്ളത്. അതിൽ 2 പോർഷൻ ട്രാൻസ്വേഴ്സും ഒരു പോർഷൻ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിലുമാണ്. ഓക്കെ, ഒരു പോർഷൻ ലോഞ്ചിറ്റ്യൂഡാണ്. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ലോഞ്ചിറ്റ്യൂഡിൽ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ട്? അതിൽ n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ടാവും. ആൻഡ് ട്രാൻസ്വേഴ്സിന് മാത്രം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടായിരിക്കും 2n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ലോഞ്ചിറ്റ്യൂഡിൽ മാത്രം ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ട് അവിടെ n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് വരിക. ഓക്കെ, സോ n മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണ് വരിക. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു, നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് നോക്കാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ ഒമേഗ സ്ക്വയർ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യുള്ളൂ. സോ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ഡി ക്യൂബ് ഡിവൈഡ് ബൈ 3
ബാക്കി എന്തുണ്ട്? ബാക്കി ഒരു v ഡിവൈഡ് ബൈ 2 പൈ സ്ക്വയർ സി ക്യൂബ് ഉണ്ട്, ഇപ്പുറത്തൊരു n എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഒമേഗ ഡി ക്യൂബ് ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു ബാക്കിയുള്ളതിനൊക്കെ പുറത്ത് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ടേംസിനൊക്കെ പുറത്ത് എടുത്തു കഴിഞ്ഞാൽ 2 പൈ സ്ക്വയർ n ഡിവൈഡഡ് ബൈ v ഇൻറ്റു സി ക്യൂബ്. ഓക്കെ, സി അല്ല സി എൽ. ഓക്കെ, സി എൽ കാരണം ലോഞ്ചിറ്റ്യൂഡിനാണല്ലോ, സി എൽ ക്യൂബ് കൊടുക്കാം നമുക്ക്. ഓക്കെ, സോ which will be equal to ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2 പൈ മ്യൂ ആണ്. സോ 2 പൈ മ്യൂ എൽ കൊടുക്കാം കാരണം ലോഞ്ചിറ്റ്യൂഡിലാണല്ലോ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിൽ മ്യൂ എൽ എന്ന് കൊടുക്കാം. മ്യൂ എൽ ക്യൂബ് ഡിവൈഡ് ബൈ 3 will be equal to 2 പൈ സ്ക്വയർ n ഡിവൈഡ് ബൈ v into cl cube. Okay, into cl cube. Now it will be equal to 2 പൈ സ്ക്വയർ ഇവിടെ നിൽക്കട്ടെ, 2 പൈ സ്ക്വയർ ബൈ 3 ഇവിടെ നിൽക്കട്ടെ, ബാക്കി 2 പൈ സ്ക്വയർ n ബൈ v ഇവിടെ ഉണ്ട്, സി എൽ ക്യൂബ് ഉണ്ട്. ഈ മ്യൂ എൽ ക്യൂബിനെ ഞാൻ അപ്പുറത്ത് എടുത്തു. സോ മ്യൂ എൽ ക്യൂബ് എടുത്തു. ഓക്കെ, സോ ദിസ് ഈസ് എന്താണ്? ദിസ് സി എൽ ബൈ മ്യൂ എൽ ആണ്, അതായത് വെലോസിറ്റി ബൈ ഫ്രീക്വൻസി ആണ്. ഓക്കെ, വെലോസിറ്റി ബൈ ഫ്രീക്വൻസി ആണ്. സോ നമുക്കറിയാം ഫ്രീക്വൻസി മ്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ ആണ്. മ്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ ആണ്. സോ സി ബൈ മ്യൂ എന്താണ്? സി ബൈ മ്യൂ ഈസ് ലാംഡ വരും. ഓക്കെ, സി ബൈ മ്യൂ ഈസ് ലാംഡ. സോ ദെർഫോർ ഈ ടേം എന്താണ്? ദിസ് ഈസ് ലാംഡ ആണ്, ദാറ്റ് ഈസ് ലാംഡ മിനിമം കൊടുക്കാം, കട്ട് ഓഫ് ആണല്ലോ. ലാംഡ മിനിമം ഈസ് ഈക്വൽ ടു ഈ ടേമിനൊക്കെ ഇപ്പുറത്ത് എടുക്കാം. സോ വി ഡിവൈഡഡ് ബൈ 2 പൈ സ്ക്വയർ n ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 4 പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 വരും. Okay, so we can cancel out pi square and pi square നമുക്ക് cancel ചെയ്യാം. We can cancel out 2 and 4 നമുക്ക് cancel ചെയ്യാം. Okay, 2 and 4 നമുക്ക് cancel ചെയ്യാം. lambda cube ഇട്ടാ, lambda cube. So ഇവിടെ whole cube ആണല്ലോ അല്ലേ? Okay, whole cube ആണ്. So ഇവിടെ 8. Okay, ഇവിടെ ഹോൾ ക്യൂബ് അല്ലേ വരുന്നത്. സോ ഇതിനപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വി ഡിവൈഡ് ബൈ 2 പൈ സ്ക്വയർ n. സോ 2 പൈ ക്യൂബ് ആണ്. സോ 8 പൈ ക്യൂബ് ഡിവൈഡ് ബൈ 3 വരും. ഓക്കെ, സോ 2 8 ക്യാൻസൽ ഇവിടെ 4 വരും ബാക്കി. സോ പൈ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് ബാക്കി ഇവിടെ എന്ത് വരും? പൈ വരും. ഓക്കെ, സോ ബാക്കി എന്ത് വരും? ബാക്കി 4 ഡിവൈഡ് ബൈ 3 പൈ v divided by n. Okay, ഇതാണ് നമുക്ക് കിട്ടുക ലാംഡ ക്യൂബ് കിട്ടുക, ഓർ ലാംഡ ക്യൂബ് മിനിമം, ലാംഡ മിനിമം ഓർ ലാംഡ മിനിമം ഇത് കിട്ടും. ലാംഡ മിനിമം is equal to 4 by 3 pi v by n all raised to 1 by 3. Okay, so this is the cutoff wavelength for longitudinal. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിൽ നമുക്ക് കിട്ടുക. ഓക്കെ, ഇതേപോലെ നമുക്ക് ട്രാൻസ്ഫോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമിലർ ആയിട്ട് സെയിം സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫോഴ്സ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോഴ്സിൽ എന്താ വരിക? ട്രാൻസ്ഫോഴ്സിൽ ഇന്റഗ്രൽ 0 to ഒമേഗ ഡി എന്താണ് ഇക്വേഷൻ? 2v ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഡിവൈഡ് ബൈ 2 പൈ സ്ക്വയർ സി ടി ക്യൂബ്. ഓക്കെ, ഇസ് ഈക്വൽ എന്ന് വരിക. അവിടെ 2 മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണുള്ളത്, 2 പോർഷൻ ആണുള്ളത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 എന്ന് വരും. ഓക്കെ, സോ വി ക്യാൻ ക്യാൻസൽ ഔട്ട് ദിസ് 2 ക്യാൻസൽ ചെയ്യാം. ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതേ ചെയ്ത പോലെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, സെയിം റിസൾട്ട് തന്നെ കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും സെയിം റിസൾട്ട് കിട്ടും. ലാംഡ മിനിമം ഈസ് ഈക്വൽ ടു 4 by 3 pi v by n all raised to 1 by 3. ഓക്കെ, ഇതേ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കുക. സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ലാസ്റ്റ് ലാംഡ മിനിമം ഈസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും, 4 by 3 pi v by n. ഓക്കെ, സോ അതിലെന്താ മനസ്സിലാക്കേണ്ടത്? സോ രണ്ടുപേർക്കും ഡിഫറെന്റ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആണെങ്കിൽ കൂടി അവർ രണ്ടുപേർക്കുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസി എന്താണ്, അല്ലെങ്കിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മാക്സിമം ഫ്രീക്വൻസി എന്താണ്? മാക്സിമം ഫ്രീക്വൻസി സെയിം ആണ്. ഓക്കെ, മാക്സിമം ഫ്രീക്വൻസി എന്താണ്? രണ്ടുപേർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫ്രീക്വൻസി സെയിം ആണ്. ഓക്കെ, സോ ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനെയും എന്ത് പറ്റിയത് അതുപോലുള്ള ട്രാൻസ്ഫോഴ്സിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് വെക്കാം. നമുക്ക് സ്പെസിഫിക് ഹീറ്റ് ആണ് നമ്മളെ മെയിൻ ആയിട്ട് സാധനം വരുന്നത്. സ്പെസിഫിക് ഹീറ്റിനെ പറ്റി നമുക്കൊന്നും പറഞ്ഞില്ല. സോ ഈ അപ്രോച്ചിൽ എന്താ പറഞ്ഞത്? ഐൻസ്റ്റീൻ്റെ അപ്രോച്ചിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ്റെ അപ്രോച്ചിൽ എല്ലാവർക്കും സെയിം ഫ്രീക്വൻസി ആയിരുന്നു. ഇവിടെ എന്താണ്? ഇവിടെ ഓരോരുത്തർക്ക് ഡിഫറെന്റ് ഫ്രീക്വൻസി 0 മുതൽ ഒമേഗ ഡി വരെയുള്ള ഏത് ഫ്രീക്വൻസിയും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ സിയുടെ ഇക്വേഷൻ എനിക്ക് തോന്നുന്നു ഇക്വേഷൻ 1 or 2 നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ
സോ യു ഇവിടെ ഉണ്ട്, സി വൈ മുകളിലാവും. ഓക്കെ, ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഇതാണ് നമ്മളെ ജനറൽ ഇക്വേഷൻ വരുന്നത്. ഇവിടെ നിന്നാണ് ഐൻസ്റ്റീൻ ഇക്വേഷൻ കിട്ടിയത്. സോ ഇക്വേഷൻ 3 നമുക്കൊന്ന് ആദ്യം എടുത്ത് എഴുതാം. സോ സി വി is equal to k into summation I is equal to 1 to 3n h cut omega I divided by kt the whole square into e raised to minus h cut omega by kt whole divided by e raised to h cut omega I by kt minus 1 the whole square. Okay, so ഇതാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് കിട്ടുന്ന specific equation, നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ ആണ്. ഓക്കെ, നൗ വി ക്യാൻ റീപ്ലേസ് ദി സമ്മേഷൻ വിത്ത് ഇന്റഗ്രേഷൻ. ഈ സമ്മേഷനെ നമുക്ക് എന്ത് മാറ്റാം, ഈ സമ്മേഷനെ നമുക്ക് ഇന്റഗ്രൽ ആക്കി മാറ്റാം. ഇന്റഗ്രൽ 0 to omega d ആൻഡ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇല്ല, എന്താ പറയുക, ടോട്ടൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ എന്ത് ചെയ്യാം, നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ജി ഓഫ് ഒമേഗയുടെ വാല്യൂ ഇപ്പം എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ മാറും, സി വി is equal to k into സമ്മേഷൻ മാറ്റിയിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ കൊടുത്തു, ഇന്റഗ്രൽ 0 to omega d, പിന്നെ നമ്മളെ എന്ത് കൊടുത്തു, നമ്മുടെ മോഡ്സ് ഓഫ് വൈബ്രേഷൻ അതിപ്പോൾ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു, 9n ഒമേഗ സ്ക്വയർ ബൈ ഒമേഗ ഡി ക്യൂബ് d omega and e term എഴുതി. ഓക്കെ, ആൻഡ് e term എഴുതി. സോ h cut omega I by kt the whole square into exponential minus h cut omega I by kt divided by exponential h cut omega I by kt minus 1 the whole square. നമ്മൾ മുന്നേ കുറേ വട്ടം ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെപ്പ് അല്ലേ, സമ്മേഷൻ മാറ്റി ഇന്റഗ്രൽ ആക്കണം, നമ്മൾ ഇടക്കിടക്ക് ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ്, അതോടെ ചെയ്തു. സമ്മേഷൻ മാറ്റിയിട്ട് നമ്മൾ വെറുതെ ഇന്റഗ്രൽ ആക്കാൻ പറ്റില്ല, എന്താണ്, ഇന്റഗ്രലിന്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് വൈബ്രേഷൻ മൾട്ടിപ്ലൈ ചെയ്യണം. അത് എന്ത് ചെയ്തു, നമ്മളിവിടെ കൊടുത്തു. ഓക്കെ, നൗ നമ്മൾ എന്ത് ചെയ്യാ കഴിഞ്ഞാൽ, നൗ വി ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും, വി മൾട്ടിപ്ലൈ വിത്ത് ഒരു 1 by h കട്ട് ബൈ കെ ടി ഹോൾ ക്യൂബ് ആയിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഒരു 1 by h കട്ട് ബൈ കെ ടി ഹോൾ ക്യൂബ് ആയിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി 9nk by ഒമേഗ ഡി ക്യൂബ് പുറത്തുണ്ട്, കാരണം ഒമേഗ സ്ക്വയർ മാത്രമാണല്ലോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെ കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റ് ടേമിന് നമുക്ക് പുറത്ത് എടുക്കാം, 9nk by ഒമേഗ ഡി ക്യൂബിന് നമ്മൾ പുറത്ത് എടുത്തു. നൗ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു 1 by h കട്ട് ബൈ കെ ടി ഹോൾ ക്യൂബ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇന്റഗ്രൽ 0 to omega d ഇതൊന്നു ഡിവൈഡ് ചെയ്തു. സോ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ h കട്ട് ബൈ കെ ടി ദ ഹോൾ ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ബാക്കി ടേംസ് എഴുതാം. ബാക്കി എന്തുണ്ട്, ഒരു ഒമേഗ സ്ക്വയർ ഉണ്ട്, പിന്നെ ഈ രണ്ട് ടേംസ് വരും. സോ h cut omega I by kt the whole square into exponential minus h cut omega I by kt whole divided by e raised to h cut omega I by kt minus 1 the whole square. Okay, d omega. Okay, now put x is equal to h cut omega I by kt. h cut omega I by kt ക്ക് എന്ത് ചെയ്യാം, x കൊടുക്കാം. സോ d omega എന്ത് വരും, d omega is equal to kt by h cross dx വരും, kt by h cross dx വരും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരും cv is equal to നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു 3യും ഇൻറ്റു ചെയ്യാം, ഒരു 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ എന്ത് വരും, ഈ 3യും ഈ 9ഉം കൂടി 3 ആയിട്ട് മാറും. ഓക്കെ, നൗ അതിലത്തെ ഒരു 3nk ഞാൻ അവിടെ തന്നെ നിർത്തി. 3nk ഡിവൈഡഡ് ബൈ ഒമേഗ ഡി ക്യൂബ് ഇൻറ്റു ഒമേഗ ഡി ക്യൂബ് ഇൻറ്റു കുറച്ച് പണിയെടുക്കേണ്ടി വരും ഇതിന് മുകളിൽ. നോക്കട്ടെ, 1 by h cut by kt the whole cube അത് അവിടെ തന്നെ കിടക്കട്ടെ. ഓക്കെ, 3 ഉണ്ടല്ലോ അല്ലേ, സോ ഒരു 3 ഉണ്ട്. ഓക്കെ,
into integral 0 to omega d എന്നുള്ളത് എന്തായിട്ട് മാറ്റി എക്സിന്റെ ടേംസിൽ മാറ്റി ഞാൻ x0 ആക്കി. ഓക്കെ, മാക്സിമം ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഞാൻ x0 ആക്കി മാറ്റി. ഓക്കെ, x0 ആക്കി മാറ്റി. Now h cut by kt the whole cube അത് അവിടെ തന്നെ എടുക്കട്ടെ. h cut by kt the whole cube അവിടെ തന്നെ എടുക്കട്ടെ. Now omega square ഉണ്ട്. അല്ല, ഒമേഗനെ നമ്മൾ എങ്ങനെ മാറ്റി? ഒമേഗനെ നമ്മൾ ഒമേഗ സ്ക്വയർ അവിടെ നോക്കട്ടെ. ഒമേഗ സ്ക്വയർ പിന്നെ h cut omega I by kt ഞാൻ x കൊടുത്തു. So that is x square ആയി. Now this term is e raised to minus x അല്ലെ, e raised to minus x വന്നു. e raised to minus x വന്നു. Now d omega അല്ല, divided by this term is e raised to x minus 1 the whole square. Now what is d omega? d omega is kt by, this is numerator, kt by h cross dx ആണ്. ഓക്കെ, now നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒമേഗ സ്ക്വയർ ഇതിലല്ലോ, ഒമേഗ സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒമേഗ ഡി ക്യൂബിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനുള്ളിൽ എടുക്കാം. ഓക്കെ, സോ ഈ കെ ടി ഹോൾ ക്യൂബ് മുകളിലേക്ക് പോകും. ഈ ഒമേഗ ഡി ക്യൂബ് എച്ച് ക്രോസ് ഒമേഗയുടെ കൂടെ കൂടും അല്ലേ? സോ വി ക്യാൻ റിട്ടേൺ ദാറ്റ് ആസ് 3nk ഇൻറ്റു മുകളിലൊരു 3 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരും, മുകളിലെ കെ ടി ക്യൂബ് വരും, താഴത്ത് എച്ച് ക്രോസ് ഒമേഗ ഡി ഹോൾ ക്യൂബ് വരും. ഓക്കെ, ലെറ്റ് പുട്ട് ദാറ്റ് ആസ് എച്ച് നോട്ട് ക്യൂബ് ആയിട്ട് എടുക്കുക അല്ലേ? അതായത് x is equal to h cut omega by kt ആണ്. ഓക്കെ, നൗ omega d ആണെങ്കിൽ h cut omega d by kt ആണെങ്കിൽ നമുക്ക് അതിനെ x നോട്ട് കൊണ്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ കിടക്കുന്നത് എന്താണ്? kt മുകളിലും h ക്രോസ് ഒമേഗ d താഴ്ത്തുമാണ്. അപ്പോൾ എന്ത് വരും? 1 by h നോട്ട് വരും. ഓക്കെ, സോ ക്യൂബ് ഉള്ള കാരണം 1 by h നോട്ട് ഹോൾ ക്യൂബ് ആയിട്ട് മാറി. ഓക്കെ, ഇൻറ്റു ഇന്റഗ്രൽ 0 to x നോട്ട്. നൗ ഇവിടെ h ക്രോസ് ഉണ്ട്, h ക്രോസ് ബൈ kt ഉണ്ട്. ഇവിടെ അല്ല, kt ബൈ h ക്രോസ് ഉണ്ട്, ഇവിടെ h ക്രോസ് ബൈ kt ഉണ്ട്. സോ ഈ ക്യൂബിലത്തെ എന്തായാലും മാറി, സ്ക്വയർ ആയിട്ട് മാറി. സോ ഇയാൾ പോയി. നൗ എന്ത് ചെയ്യാം? ഈ ഒമേഗ സ്ക്വയറിനെ ഇതിനുള്ളിൽ എടുക്കാം. അതിനുള്ളിൽ എടുത്തു കഴിഞ്ഞാൽ h ക്രോസ് ഒമേഗ ബൈ kt ഹോൾ സ്ക്വയർ ആവും. h ക്രോസ് ഒമേഗ ബൈ kt ഹോൾ സ്ക്വയർ വന്നെന്താ? x ആണ്. സോ ദിസ് ബിക്കംസ് x സ്ക്വയർ ആവും. x സ്ക്വയർ ഇൻറ്റു x സ്ക്വയർ എന്തായിട്ട് മാറും? x റേസ് ടു 4 ആയിട്ട് മാറും. ഓക്കെ, x റേസ് ടു 4 ആയിട്ട് മാറും. സ്റ്റെപ്പ് നോക്കുക. ഓക്കെ, അപ്പോൾ ഒമേഗ സ്ക്വയർ ഇതിനുള്ളിൽ വന്നാൽ h ക്രോസ് ഒമേഗ ബൈ kt ഹോൾ സ്ക്വയർ ആയി. സോ അത് x സ്ക്വയർ ആയി. x സ്ക്വയർ ഇൻറ്റു x സ്ക്വയർ x റേസ് ടു 4 ആയി. പിന്നെ ഒരു e റേസ് ടു മൈനസ് x ഉണ്ട്, ഡിവൈഡഡ് ബൈ e റേസ് ടു x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ dx വന്നു. ഓക്കെ, x ഇവിടെ e റേസ് ടു മൈനസ് x ഉണ്ട്. ചെക്ക് ചെയ്യാമല്ലോ. ഇവിടെ മൈനസ് ഇല്ല അല്ലേ? ഇവിടെ മൈനസ് ഇല്ല കേട്ടോ, ഞാൻ എഴുതിയ മിസ്റ്റേക്ക് വന്നപ്പോൾ മൈനസ് വരുന്നില്ല. സോ ദിസ് ഈസ് പ്ലസ്, ഈ ടേം പ്ലസ് ആണ്. ദിസ് ടേം ഈസ് പ്ലസ്. സോ ദിസ് ടേം ഈസ് പ്ലസ്. സോ ഈ മൈനസ് ഇല്ല കേട്ടോ, സോ ഈ മൈനസ് വരുന്നില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? സോ നമ്മുടെ സി വി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയപ്പോൾ സി വി ഇസ് ഈക്വൽ ടു 3nk ഇൻറ്റു 3 by x naught cube into integral 0 to x naught x raised to 4 e raised to x divided by e raised to x minus 1 the whole square dx. Okay, so ഇതാണ് നമുക്ക് obtain ചെയ്യുന്നത് specific heat in the equation. So we can return as Cv is equal to 3nk into now ഈ whole term ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഈ whole term d by function ആയിട്ട് കൊടുക്കുകയാണ്, d of x0 ആയിട്ട് കൊടുക്കുകയാണ്. d of x0 കൊടുക്കണം. വേർ d of x0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 by x naught d of x 3 by x naught cube into integral 0 to x naught x raised to 4 e raised to x divided by e raised to x minus 1 the whole square dx.
Okay, this is known as the Debye function. This is known as the Debye function. ഇതിനാണ് നമ്മൾ വിളിക്കുക, നമ്മൾ Debye function വിളിക്കുക. ഇതിൽ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, h is h cross omega by kt ആണ്. ആൻഡ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, h cross omega by k നെ theta d എന്ന് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ this will be theta d by t, where theta d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the Debye temperature. Debye temperature. Okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് സ്പെസിഫിക് ഹീറ്റിന്റെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടി സ്പെസിഫിക് ഹീറ്റിന്റെ ഇക്വേഷൻ. പക്ഷേ ഈ d of x ഇപ്പോൾ എന്താണ്, ഒരു ഇന്റഗ്രൽ ഫോമിലാണ് കിടക്കുന്നത്. ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഡിഫറെന്റ് കേസുകളാകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കേസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് t tends to infinity ആവുമ്പോൾ അത് കോൺസ്റ്റന്റ് 3nk ആവണുണ്ടോ ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ലോ ടെമ്പറേച്ചറിൽ അതിന്റെ ബിഹേവിയർ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അറ്റ് ഹൈ ടെമ്പറേച്ചർ, at high temperature പറഞ്ഞു കഴിഞ്ഞാൽ t is very very greater than theta d. t is very very greater than theta d ആണ്. സോ t is very very greater than theta d ആണെങ്കിൽ നമ്മൾ ഈ d of x നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് കിട്ടും, നമ്മൾ ഇന്റഗ്രൽ ഒക്കെ സോൾവ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും ലാസ്റ്റ് d of x will be is equal to 1 എന്ന് കൊണ്ട് കിട്ടും. ഓക്കെ, d of x will be approximately is equal to 1. അപ്രോക്സിമേറ്റ്ലി ആക്ച്വലി അതിന് കുറേ ഇന്റഗ്രേഷൻ ഉണ്ട്. ഇത് ഒരു നീണ്ട ഇന്റഗ്രേഷൻ വരുന്നത്, ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് തൽക്കാലം ഇങ്ങനെ കൊടുത്താൽ മതി. അറ്റ് ഹൈ ടെമ്പറേച്ചർ പറയുമ്പോൾ t tends to infinity ആകുമ്പോൾ എന്താവും, നമ്മൾ Debye ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ നമ്മൾ സ്പെസിഫിക് കിട്ടും CV is equal to 3nk കിട്ടും നമുക്ക്. ഓക്കെ, 3nk കിട്ടും. അതേപോലെ അറ്റ് ലോ ടെമ്പറേച്ചർ പറഞ്ഞാൽ t is very very less than theta d. Debye ടെമ്പറേച്ചറിനെക്കാളും വളരെ വളരെ ചെറുതാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ Debye ഫംഗ്ഷനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, d of x നെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ this will be approximately is equal to 4/5 pi raised to 4 divided by x naught cube കിട്ടും നമുക്ക്. ഓക്കെ, x naught cube കിട്ടും. ഓക്കെ, സോ നമ്മൾ CV എന്തായിട്ട് പോകും, സോ CV is equal to 3nk into 4/5 pi raised to 4 divided by x naught cube കിട്ടും. Okay, x naught cube കിട്ടും. So it will be equal to 3 into 4 is 12. So 12/5 nk pi raised to 4 divided by x naught പറഞ്ഞാൽ എന്തായിരുന്നു, x naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 h cross omega, x naught പറഞ്ഞാൽ h cross omega d by kt ആണ്. h cross omega d by k നമ്മൾ എന്ത് കൊടുത്തു, h cross omega d by k നമ്മൾ theta d കൊടുത്തു. സോ theta d by t ആണ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി എന്താണ്, theta d by t the whole cube വരും. ഓക്കെ, theta d by t the whole cube. സോ ഇത് മുകളിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 12/5 nk pi raised to 4 into t cube divided by theta d cube കിട്ടും. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ സ്പെസിഫിക് ഹീറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ അറ്റ് ലോ ടെമ്പറേച്ചർ CV is proportional to t cube. This law is known as the t cube law. ഈ ഇക്വേഷൻ ഈ ലോനെ നമ്മൾ വിളിക്കുക, നമ്മൾ t cube law എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഡിബൈയുടെ തിയറി പ്രകാരം ലോ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് ഹീറ്റ് വേരി ചെയ്യുന്നത് t cube വെച്ചിട്ടാണ് വേരി ചെയ്യുന്നത്. ഓക്കെ, ടി ക്യൂബിന് പ്രൊപ്പോർഷൻ ആയിട്ട് വേരി ചെയ്യുന്നത്. ഐൻസ്റ്റീന്റെ അപ്രോച്ചിൽ എന്തായിരുന്നു, ഐൻസ്റ്റീന്റെ അപ്രോച്ചിൽ ലോ ടെമ്പറേച്ചറിൽ വേരി ചെയ്യുന്നത് e raised to minus x വെച്ചിട്ടാണ് വേരി ചെയ്തിരുന്നത്. ഓക്കെ, അവിടെയാണ് എന്ത് ചെയ്യുന്നത്, അതും എക്സ്പെരിമെന്റൽ റിസൾട്ട് തമ്മിൽ ഡിസ്ക്രിപ്പൻസി വന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഐൻസ്റ്റീൻ ഫംഗ്ഷൻ. ഓക്കെ, ഐൻസ്റ്റീൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ദിസ് വിൽ ബി, ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന Debye expansion. Debye, this is Debye and this is Einstein. And this Debye approximation അല്ലെങ്കിൽ Debye theory is exactly the same as experimental curve. Experimental curve അതേപോലെ തന്നെ Debyeയുടെ ഗ്രാഫ് എന്താണ്, എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് എന്ത് കിട്ടും, രണ്ടുപേർക്കും, അതായത് ഐൻസ്റ്റീനും ഡിബൈക്കും 3nk കിട്ടും, സിവിന്റെ സോളിഡ്സിന്റെ CV നമുക്ക് കിട്ടും. ലോ ടെമ്പറേച്ചറിൽ ഐൻസ്റ്റീന്റെ സാധനം എന്താ കിട്ടുക, നമുക്ക് എക്സ്പോണൻഷ്യൽ ഡിക്രീസിങ് ആയിട്ടാണ് കിട്ടുക. പക്ഷേ ഡിബൈയിൽ നമുക്ക് എന്താ ടി ക്യൂബ് ആയിട്ട് കിട്ടുക. ആൻഡ് ദിസ് മാച്ചസ് ദി എക്സ്പെരിമെന്റൽ കർവ്. എക്സ്പെരിമെന്റൽ ഗ്രാഫിനായിട്ട് എന്ത് ചെയ്യുന്നത്, അത് എക്സാക്ട്ലി മാച്ചിങ് ആണ്. ഓക്കെ, സോ സോളിഡ്സ് ഒബേ ടി ക്യൂബ് ലോ. സോളിഡ്സ് എന്താണ് ഒബേ ചെയ്യുക, ടി ക്യൂബ് ലോ ആണ് എന്ത് ചെയ്യുക, ലോ ടെമ്പറേച്ചറിൽ ഒബേ ചെയ്യുക.
ഓക്കെ, സോ ഇത്രയാണ് എന്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്, തെർമോഡൈനാമിക്സ് ഓഫ് സോളിഡ്സിൽ എന്ത് ചെയ്യണത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.